മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാക്കൾ കോണിൽ സുവർക്കവും കണ്ട് മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാക്കൾ കോണിൽ സുവർക്കവും കണ്ട്. ഓ ഈ ബേബി ജി ഡബ്സിയൊക്കെ മലബാറിൻ്റെ പാട്ടുകളും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ അവരുടെ സോങ്സിൻ്റെ ഒരു ഇൻഡി സോങ്സിൻ്റെ ഒരു റെൻഡറിങ് നടക്കുന്നത്. ഇൻഡി സോങ്സ് ഭയങ്കരമായിട്ട് അവർ കയറ്റിക്കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഇതൊക്കെ കാണുമ്പോൾ പുതുമയുള്ള രീതിയിൽ ഇത് വരുമ്പോൾ ആ സമയത്ത് നവാസക്കയുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്? ഒരു ഹാപ്പിനെസ് ആണോ? അതേ അപ്പുറത്തേക്ക് ഇതിനെ കുറച്ചുകൂടെ ആർക്കൈവ് ചെയ്യല്ലേ? അത് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ജനറേഷൻ്റെ ഒരു മാറ്റം അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നതാണ്. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആസ്വാദനങ്ങളും ഒക്കെ എന്തോ ആയിക്കോട്ടെ, നമ്മളൊക്കെ അവരെക്കാൾ രക്ഷയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഉള്ള അത് ആസ്വദിക്കുന്ന യൂത്ത് ഉണ്ടല്ലോ, അതിന് മുൻപുള്ളവരാണല്ലോ നമ്മൾ. അപ്പം നമ്മൾ മുമ്പ് ആസ്വദിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾക്കൊന്നും അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. അതെന്താണെന്ന് അവർക്ക് അറിയില്ല. നമുക്ക് ഇനി പറഞ്ഞു കൊടുക്കാൻ ജസ്റ്റ് കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അത് അനുഭവിക്കുക എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്. ഇപ്പം ഞാൻ മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങൾ വെക്കും, അപ്പുറത്ത് മോഹൻ വെക്കുമ്പോൾ ചിലപ്പോൾ വെസ്റ്റേൺ സംഭവങ്ങൾ വെക്കുന്നുണ്ടാവും. എൻ്റെ ഫാദറിലോ സന്യാസിനി നിൻ അത് വെച്ചിട്ടാണ് പുള്ളി വ്യായാമം ചെയ്യുന്നത്. നമുക്ക് ഇത് ഓൾറെഡി മെമ്മറി ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. പിന്നെ ചിലപ്പോൾ ഇതിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതിലേക്ക് വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഞാനത് വരാൻ തയ്യാറാകുന്ന ആളാണ്, വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്, ഞാനത് അംഗീകരിക്കുന്ന ആളാണ്. കാരണം എല്ലാത്തിനെയും ആസ്വദിക്കാൻ പറ്റിയാലാണ്. ഇപ്പോഴത്തെ സിനിമകളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ പല പടങ്ങളും, ഇപ്പോൾ ന്യൂജൻ എന്ന് പറഞ്ഞു വരുന്ന സിനിമകളും അതിലെ തമാശകളും ഒക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളത് ഇഷ്ടപ്പെടണമല്ലോ. അതെ ആ ടൈപ്പ് സംഭവം നമ്മൾ അതൊന്നും അങ്ങനല്ല എന്ന് പറയുന്നതിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഈ പ്രശ്നമുള്ളൂ. അത്രേ ഉള്ളൂ. ഇതിലെ പാട്ടുകളെ കുറിച്ച് പറയൂ. ലിറിക്സ് ചെയ്തിട്ടുണ്ട്. അതെ. ഈ സിനിമയിൽ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനരചന, സംഗീതം, പിന്നെ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, പോസ്റ്റർ വരെ ഒട്ടിച്ചിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റാണ് നമ്മുടെ മുമ്പിൽ ചെയ്തേക്കണേ. സീരിയസ് ആയിട്ട് പറഞ്ഞു, അയാളെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അല്ല, അതിന് പുറകിൽ ചെയ്തേക്കുന്ന ഒരാളെന്നുള്ള ഇതിൽ ചിലപ്പോൾ എൻ്റെ പേര് പറയാം. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ സിനിമയില്. ഈ ഗാനത്തിൽ 5 ഗാനങ്ങളാണ് ഉള്ളത്. അതിനകത്ത് 5 ഗാനങ്ങളുടെയും ഗാനരചന നടത്തിയത് ഞാൻ തന്നെയാണ്, മ്യൂസിക് ഞാൻ തന്നെയാണ്. അപ്പോൾ ആ പാട്ടുകൾ ഇപ്പം അതിനകത്ത് വേറൊരു ഞങ്ങൾ ടീച്ചർ ഇറക്കിയായിരുന്നു സിനിമയിൽ. അതിനകത്ത് ആ പാട്ട് പണ്ട് AT മുഹമ്മദ് സംഗീതം ചെയ്ത ഒരു സോങ്ങാണ്, കൊക്കര കൊക്കര കോഴിക്കുഞ്ഞ്. അല്ല, പണ്ടത് കൊക്കര കൊക്കര ഒരു ഒപ്പന ഒരു ഇതിനാണ്, കൊച്ചിനെ ഉറക്കണം. പക്ഷെ ഇന്നിപ്പോ അത് മാറ്റി താരാട്ട് മൂട്ടിലേക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വേഷം മാറി. കൊക്കര കോഴിക്കുഞ്ഞ് ചക്കര മാവിലെ തത്തപ്പെണ്ണേ ഒച്ച വെക്കല്ലേ കൊച്ചിളം ബീവിക്ക് കാതുകുത്ത്, ഇന്ന് കൊച്ചിളം ബീവിക്ക് കാതുകുത്ത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സീക്വൻസിൽ അഭിനയിക്കുന്നത് രേഖയുടെ ഇതാണ്. വേറൊരു ലേഡിയും കൂടി വരുന്നുണ്ട്. അല്ല, അതിനെക്കുറിച്ച് ഒരുപാട് പേര് കമൻസിൽ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര, നമ്മളെടുത്ത് ഈ സിനിമയ്ക്ക് ഇത്ര എഫേർട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ആൾക്കാരുടെ കമൻസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കത് വർക്കായി, നമ്മൾ ചിന്തിച്ച ഒരു സാധനം ജനങ്ങളിലേക്ക് എത്തി. ഇതൊക്കെ പറയണത് ശരിയാണോ? വർക്കായ ഭയങ്കര ഒബ്സർവേഷനുള്ള നിരീക്ഷകയും പിന്നെ ഒരുപാട് കാലം സീരിയൽ പറഞ്ഞു. ഈ പാട്ട് വേറെ ട്യൂണിലേക്ക്, ഞാൻ ഈ ട്യൂണിലാണ് ഞാൻ ചെറുതിലേ തുടങ്ങി. അല്ല, ചെറുതിലെന്ന് പറഞ്ഞാല് അല്ല, നമ്മൾ ജനിക്കുമ്പോ ഒന്നും എനിക്ക് തോന്നുന്നു ആ പാട്ടില്ല. കാരണം 82 അങ്ങനെ എന്തോ ആയിട്ടാണ്, 82 88 അന്നാണ് ഈ പാട്ടിറങ്ങണേ. പക്ഷെ ഞാൻ എൻ്റെ 3 മക്കളെയും ഈ പാട്ട് പാടിയിട്ടാണ് ഉറക്കിയത്. തന്നെയാണ് ഈ പാട്ട് തന്നെയാ. അപ്പൊ അത് ഈ ട്യൂൺ തന്നെയായിരുന്നു. ഞാൻ എന്റെ വേരിയേഷൻ, കാരണം പണ്ട് വെച്ച് സ്പീഡായിരുന്നു ആ പാട്ട്. നമ്മളിപ്പോ ഒരു താരാട്ട് മുള്ളിലേക്ക്. പിന്നെ വേറൊരു ഇത് പറയാം,
പറയാനുള്ളത് ഒരു നിമിത്തം എന്ന് പറയുന്നത്, ഞാനൊരു മൂത്ത മോളെ ഈ എപ്പോഴും ഞാൻ തന്നെയാണ് തൊട്ടിയാട്ടി ഇങ്ങനെ ഉറക്കുന്നത്. അപ്പോൾ ഇവള് പറയും ഞാൻ പാട്ട് നിർത്തി കഴിഞ്ഞാൽ ഉറക്കത്തിനും ഒക്കെ പോയി കുഞ്ഞെന്ന് പാടാൻ പറയും. ആ ആള് തന്നെയാണ് ഈ സിനിമയിൽ പാടിയേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ട്. പാട്ട് അത്യാവശ്യം വൈറലായി, ജനങ്ങളത് ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കുറെ നിമിത്തങ്ങൾ ഈ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പൊ ആ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പാട്ടാണ്. സോങ്സിന്റെ ഒക്കെ ഒരു 3-4 സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിലും എല്ലാം അങ്ങനെ അത്ര ലെങ്തിലല്ല, ഒരു പാട്ടിന്റെ ലെങ്തിലല്ല പോകുന്നത്. ഒക്കെ ആ സിറ്റുവേഷൻ അനുസരിച്ച് വന്ന് പോകുന്ന സിനിമക്ക് വേണ്ട രീതിയിലുള്ള ഇത് പോകുന്നതാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റമുള്ള പടമാണ് തീർച്ചയായിട്ടും എന്നാണ് ചുരുക്കം. എങ്ങനെയാണോ കണ്ടോ പടം കണ്ടോ? ആ മൂവി കണ്ടു. എങ്ങനെയുണ്ട് പറയൂ. നന്നായി വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം സ്ക്രിപ്റ്റ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പസൽ രൂപത്തിലായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റ് നോക്കണ്ട, നമ്മൾ പറഞ്ഞത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവര് സ്ക്രിപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല, പൊതുവെ 1 ലൈൻ ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ ഞാൻ എപ്പോഴും പറയും, ഇതെങ്ങനെയാകും അവിടെ വരും. അപ്പം നവാസ്ക പറയും നീ സ്ക്രീനിൽ പോയി മോണിറ്റർ നോക്കിക്കോ എന്ന് പറയും. എനിക്ക് ടെൻഷൻ ഉണ്ട്, കാര്യം ഞാൻ 2ാമത് വരുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എങ്ങനെയാവും ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് ഇപ്പോൾ ഓരോരുത്തരും പല രീതിയിലാണ് എഴുതുന്നത്, പലരും പല എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതും. നമ്മൾ കുറെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സിറാജിൻ്റെ ഒക്കെ ഫസ്റ്റ് മൂവിയാണ്. ഇപ്പം നമ്മൾ സാധനം എഴുതുമ്പോൾ നിലവിൽ ഇത്ര സീൻ അല്ലെങ്കിൽ ഇത്ര സമയം എന്നൊന്നും വെച്ചാൽ അതിൻ്റെ കാൽക്കുലേഷൻ ആദ്യം ചെയ്യുന്ന ഒരാൾക്ക് കിട്ടില്ല. അതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതിനകത്ത് അങ്ങനെ കുറേ നമ്മളങ്ങനെ ആക്കിയെങ്കിൽ പോലും, കുറേയൊക്കെ എടുത്തു വെച്ചെങ്കിൽ പോലും കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തി പക്ക എഡിറ്റഡ് സംഭവമായിട്ടാണ് ഇപ്പം നിലവിൽ. ഇപ്പം നമ്മുടെ എത്ര സമയം 1:50 ചിലപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ 4 മണിക്കൂർ ഷൂട്ട് ചെയ്യും. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അത് 3.5 മണിക്കൂർ ഉണ്ടാവും. 3.5 മണിക്കൂർ ഉണ്ടല്ലോ. അല്ല അങ്ങനെയാണ് സിനിമ എന്ന സ്ക്രിപ്റ്റ്, മനസ്സിലായോ? അപ്പൊ അതായത് നമ്മൾ സിനിമയിലേക്ക് വരും അതങ്ങനെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങളാക്കി വരും. പിന്നെ ഡയലോഗ്സിലാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവരും കോൺട്രിബ്യൂഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് വന്നിരിക്കുന്ന സംഭവമാണത്. നന്നായി വന്നിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. അല്ല സിനിമ അങ്ങനെയാണ്, സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഒരു സിനിമയാണ്, എഡിറ്റിംഗ് ടേബിളിൽ കയറുമ്പോൾ ഒരു സിനിമയാണ്. അങ്ങനെ സിനിമ പയനെ മാറി, എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനത്തിലേക്ക് വന്നിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, ഉണ്ടായിരിക്കാം. കാരണം പല പടം നമ്മൾ പറയുമ്പോൾ അത് ഇത്ര ലെങ്ത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് കുറച്ച് കുറയ്ക്കാൻ. ആ പല സംഭവങ്ങളും ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇത്രയും വലിച്ചിടേണ്ട കാര്യമില്ല എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള നമ്മൾ പറയുന്ന പലതും ഉണ്ടായിരിക്കാം. പക്ഷെ ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർ അത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടും അല്ലാതെയും ഒക്കെ അവരുടെ ചിന്തയിലൊക്കെ പലതും മാറ്റാൻ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് പോയതല്ലേ, നമ്മൾ എഴുതല്ലേ, എങ്ങനെ അങ്ങനെ ചിന്തിക്കുക പ്രശ്നമാണല്ലോ. ഇതിന്റെ ഒപ്പം തന്നെ ഓഡിയൻസിന്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഞാനിപ്പോൾ ആദ്യമായിട്ട് വന്നിരുന്നതാണ്, ഇവൻ ആരുടെ ഇത്ര വലിയ സംവിധായകനും വന്ന് വർത്താൻ. ഇത് അങ്ങനെയല്ല, ഇത് അങ്ങനെയല്ല, ഇതൊരു കൊച്ചു സിനിമയാണ്. അല്ലെങ്കിൽ ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമ എന്നല്ല, കൊച്ചു സിനിമയാണ്. പക്ഷെ ഞാൻ ഒരു കൊച്ചു സിനിമകൾ വിജയിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. വിജയിക്കട്ടെ, അതാണ് നമ്മൾ ആഗ്രഹം. വിജയിപ്പിക്കണം, നമ്മൾ റിക്വസ്റ്റ് ആണ്. ഇവിടെ മമ്മൂക്കയൊക്കെ ഒത്തിരി കൊച്ചുങ്ങളെ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നവാസൊക്കെ ഇനി വിജയിപ്പിക്കുമെന്ന് നോക്കാം. നമുക്ക് ഈ പടത്തിന്റെ പ്രൊമോഷൻ ആണെങ്കിലും ഒരു പാട്ടുകൂടെ പാടിയിട്ട് അവസാനിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരു മെലഡി പാടിയാൽ ജയേട്ടൻ്റെ പാട്ടുകൾ, ദാസന്റെ പാട്ടുകളെ പോലെ തന്നെ പെട്ടെന്ന് ഓടി വരുന്ന ഗാനങ്ങൾ ജയേട്ടൻ്റെ പാട്ടുകളായിരുന്നു. ഇപ്പോൾ തോന്നിപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ട് പിരിഞ്ഞപ്പോഴും കുറേ ഗാനങ്ങൾ ഇങ്ങനെ കയറി വന്നൊരു പാട്ടാണ്. വിട്ട് പിരിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ കൂടെ ഉണ്ട്. പോലല്ലോ. അതെ അതെ. സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻ രൂപം. സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻ രൂപം. ഏതൊരു പൂവിലും ദേവതയാക്കും, ഏതൊരു പൂവിലും ദേവതയാക്കും. ഏതു പൂജാരിയും പൂജിക്കും നിന്നെ, ഏതു പൂജാരിയും പൂജിക്കും. സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻ രൂപം.